ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവിടെ എത്തുമ്പോൾ, അധ്യക്ഷൻ തന്നെ എത്തുമ്പോൾ മുനമ്പത്ത് വാസികളായിട്ടുള്ളവർ ബി.ജെ.പിയിൽ ചേരുന്ന കാഴ്ച. 50 പേരോളം ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നു. മുനമ്പത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ അവരെ ഷോൾ അണിയിച്ചാണ് സ്വീകരിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള എൻ.ഡി.എ നേതാക്കളും രാജീവ് ചന്ദ്രശേഖറിനൊപ്പം അവിടെയുണ്ട്. വരും ദിവസങ്ങളിൽ സുരേഷ് ഗോപി അടക്കമുള്ള കൂടുതൽ നേതാക്കന്മാരും മുനമ്പത്തേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. അതേസമയം മുനമ്പത്തെ ആഹ്ലാദ പ്രകടനവും നിലപാടും കത്തോലിക്ക സഭയുടെ രാഷ്ട്രീയ നിലപാടല്ല എന്നാണ് സിറോ മലബാർ സഭ വക്താവ് അല്പം മുൻപ് വ്യക്തമാക്കിയത്. എന്നാൽ അതിനെല്ലാം വിരുദ്ധമായിട്ട് ദീപിക പത്രം, കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക എഡിറ്റോറിയലിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് CPM-നെതിരെയും കോൺഗ്രസിനെതിരെയും നടത്തുകയും ചെയ്തിരിക്കുന്നത്. പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്ക് കടക്കുന്നു കത്തോലിക്ക സഭ എന്നൊരു ചോദ്യം മുനമ്പത്ത് നിന്ന് അതിന്റെ സൂചനയാണോ ലഭ്യമാകുന്നത് എന്നു പോലും ചോദ്യമുയരുന്ന ദൃശ്യങ്ങളാണ്. ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്ക് വഖഫ് ബില്ലും മുനമ്പവും കേരളത്തെ എത്തിക്കുന്നു. അതേസമയത്ത് ഈ ബില്ല് മുനമ്പത്തിന് പരിഹാരമാവുകയില്ല, ശാശ്വത പരിഹാരമാകുകയില്ല എന്ന് കേന്ദ്രമന്ത്രി 40ാം വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം എടുത്തു പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാൻ ഒരുങ്ങുകയാണ് UDF-ഉം LDF-ഉം. പക്ഷെ അതിനു മുൻപ് തന്നെ മുനമ്പത്തെ 50ഓളം പേർ ബി.ജെ.പിയിൽ ചേരുന്ന കാഴ്ച കൂടിയാണ് കാണുന്നത്.